യഥാർത്ഥത്തിലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഹൃദയം തകർന്നുപോയ ഒരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വിജയകുമാർ അത് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്ക്രീനിൽ വിജയകുമാർ അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആ സ്കൂളിൻ്റെ പരിസരത്ത് ചെന്നപ്പോൾ തന്നെ അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു. കാരണം എത്രയോ കുട്ടികൾ കൺമുമ്പിൽ മരിച്ചുപോയത് ഈ അധ്യാപകൻ എങ്ങനെ താങ്ങാൻ കഴിയും? വിജയകുമാർ സ്കൂളിലേക്ക് ഓടുകയാണ് ഇപ്പോൾ അധ്യാപകൻ. അല്പസമയം മുമ്പ് അവിടുത്തെ മനോജ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അവർ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന്. നമ്മളുടെ ക്യാമറ സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടെന്ന്. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഉടൻ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ സ്കൂളിന്റെ വരാന്തയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ചിന്തകൾ മതിക്കുന്നുണ്ടാകും. കൺമുമ്പിലുള്ള വാത്സല്യം എന്ന് പറഞ്ഞ എത്രയോ കുട്ടികളുടെ മരണത്തിനാണ് ഈ ദുരന്തം സാക്ഷിയായത്. മാത്രമല്ല അദ്ദേഹം ഈ സ്കൂളിൻ്റെ മേധാവിയാണ്, ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു ദൗർബല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. കാരണം വേദന കടിച്ചമർത്തിയാണ് ഈ അധ്യാപകൻ, ഈ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ സ്കൂളിലേക്ക് ചെന്നത്. എത്രയോ കുട്ടികളുടെ ആശാകേന്ദ്രമായി മാറിയ ഈ വലിയ കെട്ടിടമാണ് ഈ മഹാദുരന്തത്തിൽ തകർന്നു പോയത്. പ്രകൃതി നിറഞ്ഞാടിയ നിമിഷം പാവം കുട്ടികളുടെ ജീവനും കൂടി എടുത്തുകൊണ്ടാണ് പോയത്. ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ അധ്യാപകന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് അദ്ദേഹം തളർന്നു വീണുപോയത്. അദ്ദേഹത്തിന് ഇപ്പോൾ വെള്ളം കൊടുക്കുകയാണ്. അദ്ദേഹത്തിനെ സഹപ്രവർത്തകരും മറ്റുള്ള രക്ഷാപ്രവർത്തകരും ആശ്വസിപ്പിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരുപക്ഷെ നമുക്കറിയാം, ഒരു അധ്യാപകൻ, കുട്ടികളെ ഏറ്റവും അടുത്തറിയുന്ന അധ്യാപകൻ, ഇത്രയധികം കുട്ടികൾ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയപ്പോൾ അത് താങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല. നമ്മളായാലും തളർന്നു പോകുന്ന സാഹചര്യമായിരിക്കും. നമുക്ക് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണുകളിൽ കണ്ണീർ വറ്റിപ്പോകുന്നത് പോലെ ഈ അധ്യാപകൻ്റെ മനസ്സിലിപ്പോൾ ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നുണ്ടാകും. അദ്ദേഹം കരഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ മാഷാണ് ശരിക്കും ഒരുപക്ഷെ ഈ സ്കൂളിനെ ഇത്ര കാലവും നയിച്ചത്. അദ്ദേഹം ഈ ദുരന്തം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന വാക്കുകൾ വല്ലാതെ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പൊടിയുന്ന ഈ കണ്ണുനീർ എത്ര കാലം കഴിഞ്ഞാണ് ഇനി അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുക? ഈ കുട്ടികൾ വളരെ രാവിലെ തന്നെ സ്കൂളിലെത്തുന്ന എത്രയോ കുട്ടികളുടെ അഭയകേന്ദ്രമാണ് ഹെഡ് മാസ്റ്ററുടെ മുറി. അപ്പോൾ എന്തെല്ലാം ചിന്തകൾ ഈ അധ്യാപകൻ്റെ ഉള്ളിലുണ്ടാകും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു അധ്യാപകൻ്റെ ജോലിയാണ് സമൂഹത്തിൽ ഏറ്റവും കരണീയമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ജോലിയാണ് ഒരു അധ്യാപകൻ ചെയ്യുന്നത്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോകുന്നു. ഈ നിമിഷം നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വേദനകൾ നമുക്ക് മനസ്സിലാകുന്നു. വിജയേട്ടാ അത് തളർന്നു പോകുന്നു ഈ മാഷ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം നടുങ്ങി നുറുങ്ങി പോകുന്നു. നിങ്ങൾക്കറിയാം കാര്യം. അതിൻ്റെ തൊട്ടു തലേ ദിവസം നമ്മുടെ വാർത്താസംഘം ഈ സ്കൂളിലെത്തി ഇവരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുകയും ഇവരുടെ വാർത്തകൾ 24 റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ആ രാത്രിയിലാണ് 1 മണി കഴിഞ്ഞാണ് ഈ ആദ്യം ഒന്ന് പൊട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പൊട്ടലുണ്ടായി. 2 ഉരുൾപൊട്ടലിലൂടെ ഒരു നാടിൻ്റെ ദുഃഖമായി ഈ സ്കൂൾ മാറുകയാണ്. കെട്ടിടങ്ങൾ തകർന്നു വീണു, കുട്ടികൾ ഒഴുകിപ്പോയി. ഒരുപക്ഷെ അതുകൊണ്ട് ഈ അധ്യാപകന് മാത്രമല്ല, ആ സ്കൂളിലെ ഒരധ്യാപകനും താങ്ങാൻ കഴിയാത്ത ദുരന്തമാണ് ഈ സ്കൂളിന് സംഭവിച്ചു പോയത്. കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഈ അധ്യാപകൻ്റെ കണ്ണീർ വീണ് പല പ്രേക്ഷകരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. കാരണം അധ്യാപകരായ പല പ്രേക്ഷകരും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനും ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടികളുടെയൊക്കെ നമ്മളെപ്പോഴും
ഏറ്റവും വിഷമിക്കുന്നത് നമ്മൾ പഠിപ്പിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ കാണേണ്ടി വരുമ്പോഴാണ്. ഈ അധ്യാപകന് നേരിട്ടറിയാവുന്ന എത്രയോ കുട്ടികൾ ഈ കുട്ടികളുടെ സംഘത്തിലുണ്ടാകും. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഈ പള്ളിക്കൂടത്തിന് സംഭവിച്ചത്. തലേ ദിവസം വരെ ഈ സ്കൂളിൽ പൂമ്പാറ്റകളെ പോലെ പറന്നു നടന്ന കുട്ടികളാണ് ജീവശവമായി പിറ്റേ ദിവസം മാറുന്നത്. ഈ മഹാദുരന്തം പൊട്ടി ഒഴുകി വന്നപ്പോൾ ഇവരുടെ ഹൃദയത്തിലെ നുറുക്കിക്കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയത് എന്ന് മനസ്സിലാവും. കാലത്തിൻ്റെ ചരിത്രത്തിലൊന്നും ഇത് മായ്ച്ചു കളയാൻ നമുക്ക് എളുപ്പം കഴിയില്ല. അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കഴിയുന്നില്ല. ഓർക്കുന്തോറും ഒരുപാട് ചിന്തകളുടെ തിരമാലകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അടിച്ചു കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. 5-ാം നാൾ രക്ഷാദൗത്യം കിടക്കുമ്പോൾ ഈ ഉണ്ണിമാഷിൻ്റെ സങ്കടമാണ് നമ്മളെ ഏറ്റവും വല്ലാതെ തളർത്തി കളയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ സങ്കടക്കരച്ചിലാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ പറയുകയായിരുന്നു, ആ ദൃശ്യങ്ങൾ അധികം നൽകരുത്, ഇത് കാണുന്നവരൊക്കെ അവരെ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്ക് അതിൽ അവർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തേണ്ട എന്ന് അധ്യാപകർ പറയായിരുന്നു. ഈ സ്കൂളിലെ കുറച്ച് അധ്യാപകർ, ഏതാണ്ട് 4-5 അധ്യാപകർ രാവിലെ ഇവിടേക്ക് വരുന്നു. വിജയകുമാർ, ഉണ്ണിമാഷിൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തണ്ട. കാരണം അത് പകർത്തി കാണിക്കുന്നത് കൂടുതൽ പ്രേക്ഷകർക്ക് കണ്ണീരാകുന്നു. വിജയകുമാർക്ക് തുടരാം. അതാണ്. അപ്പൊ രാവിലെ ഈ സ്കൂളിലെ അധ്യാപകർ വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അധ്യാപകരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ആ ഘട്ടത്തിലാണ് പ്രിൻസിപ്പലും അതിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് തന്നെ അങ്ങ് തളർന്നു വീഴുകയായിരുന്നു. സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ, അദ്ദേഹത്തിന്റെ സങ്കടം, അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ മാഷ് ഈ ക്യാമ്പുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ സ്കൂളിലെ കുട്ടികളെ തിരക്കി അദ്ദേഹം ക്യാമ്പുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാണാതിരുന്ന സമയത്ത് പല കുട്ടികളെയും പേര് വിളിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ സഹപ്രവർത്തകരായ അധ്യാപകരോട് അദ്ദേഹം എല്ലാ ദിവസവും ഈ ആളിനെ കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അന്വേഷണത്തിൽ കിട്ടിയിട്ടില്ല എന്ന ലിസ്റ്റിലേക്ക് ഈ സ്കൂളിലെ കുറേ കുട്ടികളുമുണ്ട്. അത് വല്ലാത്ത സങ്കട കാഴ്ചയാണ്. എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്നത്. ഈ സ്കൂളിൻ്റെ അവസ്ഥ, ഈ സ്കൂളിലെ കുട്ടികൾ കുറേ പേര് പോയി. സ്കൂള് ഏതാണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ആകെ തകർന്നു. തന്നെയുമല്ല, ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ ഈ മേഖലയിലെ ദുരന്തത്തെ പറ്റിയൊക്കെ അവരുടെ സ്കൂൾ മാഗസിനിൽ എഴുതിയ മുന്നറിയിപ്പുകളും അവരുടെ ചിന്തകളും അവരുടെ ആശങ്കകളും ഒക്കെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകിയ കുട്ടികൾ തന്നെയാണ്, അവർ പഠിച്ച സ്കൂളിനെ തന്നെയാണ് ഈ ദുരന്തം വിഴുങ്ങിയത്. അങ്ങനെ എഴുതിയതും പറഞ്ഞതും അങ്ങനെ ബോധവൽക്കരിക്കാനൊക്കെ പോയ കുട്ടികളിൽ തന്നെയാണ് ഈ ദുരന്തം അതിൽ കുറേ പേരെ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ ഈ നിൽക്കുന്നത് സ്കൂളിൻ്റെ വരാന്തയിലാണ്. ആ വരാന്തയിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് മൺകൂമ്പാരമാണ്. ആ മൺകൂമ്പാരത്തിൽ ഈ യന്ത്രക്കൈകൾ തെരഞ്ഞ് പരിശോധിക്കുകയാണ്. ഈ സ്കൂളിന് വളരെ ദൂരെ, ആ തേയിലത്തോട്ടത്തിനൊക്കെ സൈഡിലൂടെയാണ് ഈ പുഴ ഒഴുകിയിരുന്നത്. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ഒരു മനോഹരമായ പുഴയായിരുന്നു അത്. ആ കുട്ടികളൊക്കെ ആ പുഴയെപ്പറ്റി അന്ന് നന്നായി സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ പിന്നീട് അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ആ പുഴ അതിൻ്റെ ഒഴുക്ക് ഈ സ്കൂളിനകത്തുകൂടി ആവുകയും ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും സങ്കട കാഴ്ചകൾ മാത്രമാണ് ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടം അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിലൂടെയാണ് ഇപ്പോൾ പുഴ ഒരു ഭാഗം ഒഴുകുന്നത്. അത് ക്ലാസ് റൂമുകളും ഓഫീസുകളും ഒക്കെ ആയിരുന്നു. സ്കൂളിലെ പാചക മുറികളൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും കഴിഞ്ഞു. ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം നമ്മുടെ ഇവിടെ ഈ സ്കൂളിൻ്റെ വരാന്തയിൽ. അവരൊക്കെ ഈ പുഴ വൃത്തിയാക്കുകയും ഈ പുഴയുടെ പരിസരം ശുചിയായി സൂക്ഷിക്കുകയും ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു മൈതാനം കണക്കെയും പച്ചപ്പ് ഒക്കെ നട്ട് വളർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതൊക്കെ പോയി. എല്ലാം പോയി. സ്കൂള് പോയി. ഇവിടുത്തെ കുറച്ച് കുട്ടികൾ അവരെവിടെയെന്നറിയില്ല. അവിടുത്തെ അധ്യാപകരുടെ അവരാകെ തകർന്ന നിലയിലാണ്. ഒന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങ് ദൂരെ ആ അധ്യാപകർ ഇപ്പോൾ മാറി ഇരിക്കുകയാണ്. കാണാം, നമ്മുടെ ക്യാമറ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ ഈ വരാന്തയുടെ ഈ ദുരന്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സ്കൂൾ വരാന്തയുടെ മറ്റൊരു ഓരം ചേർന്ന് പ്രിൻസിപ്പലും സഹപ്രവർത്തകരും ഒക്കെ നിൽക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കി. അവരുടെ മനസ്സിൽ എന്തായിരിക്കും, അവരുടെ കണ്ണുകളിൽ എന്തായിരിക്കും, അവരുടെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയും. ഇവിടെ ഉണ്ടായതിനേക്കാൾ വലിയ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലായിരിക്കും അവരുടെ ഉള്ളിൽ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും.
അത്രത്തോളം സങ്കടം അവർക്കുണ്ട്. അവരുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവരാണ് ഇവരെ ഈ അധ്യാപകരെയൊക്കെ തനിച്ചാക്കി പോയ കൂട്ടത്തിൽ ഒരാൾ. വലിയ വലിയ സങ്കടം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പിൽ കണ്ട കാഴ്ചകളെ പറ്റി വേറൊരു സ്കൂൾ കുമാരാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണിമാഷ് സ്കൂളിലെത്തിയ ചിത്രങ്ങൾ, അദ്ദേഹം കരയുന്ന ചിത്രങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഈ സങ്കടം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഉണ്ണിമാഷിൻ്റെ കനീഭവിച്ച ദുഃഖം കനീഭവിച്ച മുഖം കാണാൻ അവർ കഴിയുന്നില്ല. കണ്ണീർ പ്രവാഹവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പല അധ്യാപകരും പറയുന്നു, ഞങ്ങൾ കരഞ്ഞു പോകുന്നു. ആ ദൃശ്യം ഞങ്ങൾ ഇനി കാണിക്കുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം ഉണ്ണിമാഷിൻ്റെ ദുഃഖം ആ നാടിൻ്റെ ദുരന്തത്തിൻ്റെ ദുഃഖമാണെന്ന് നിങ്ങൾ അറിയുക. അദ്ദേഹം ഒരുപക്ഷെ ഒരു അധ്യാപകൻ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുട്ടികളുടെ പേർ ചൊല്ലി വിളിച്ചു നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആഴം, ആ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാകും. കാരണം ഏതെങ്കിലും ഒരു കുട്ടി ഇനി ബാക്കിയുണ്ടോ എന്നറിയാനുള്ള ഒരു അധ്യാപകൻ്റെ അന്വേഷണം, ഒരു ഹെഡ് മാസ്റ്ററുടെ അന്വേഷണമാണ് ഉണ്ണിമാഷ്. പക്ഷേ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമായി മാറുകയാണ്. സമാധാനം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് ഇപ്പോൾ നടക്കുന്ന. സ്കൂളിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം തളർന്നു പോയതും തളർന്ന് വീഴാൻ തുടങ്ങിയതും. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം കരയുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഈ ദുരന്തമുണ്ടായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒന്നും മറക്കാൻ കഴിയുന്നില്ല. ഈ ഉരുൾപൊട്ടൽ 334 പേരുടെ ജീവനാണ് എടുത്തത്. 300-ലധികം ആളുകളെ കാണാനില്ല എന്നുള്ള വാർത്തയും നമ്മെ വല്ലാത്ത ചങ്കിടിപ്പുണ്ടാകുന്നു. ഇത് ഒരു ദേശീയ ദുരന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് വാർത്താ ഏജൻസികളൊക്കെ അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. നാഷണൽ വാർത്താ ചാനലുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ലോകം ഇതിൻ്റെ വിശദമായി ഇപ്പോൾ തീവ്രമായി ഇത് അറിയുന്നത് ഇപ്പോഴാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആ നാടിന് ഉണ്ണികൃഷ്ണൻ മാഷ് വെറും ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, ജോലി ചെയ്യുന്ന വെറും ഒരു സ്ഥലമായിരുന്നില്ല അദ്ദേഹത്തിന് ഈ സ്കൂളെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സ്കൂളെന്ന് പറയുമ്പോൾ വെറും തൊഴിലിടമായിരുന്നില്ല. എന്തായാലും മാഷെ, യഥാർത്ഥത്തിൽ മാഷെ സമാധാനിക്കുക, നമുക്കത് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഈ ഒരു ദുരന്തം പ്രകൃതി നമ്മൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക?